അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ടാബ്ലറ്റ്, ലെനോവോൻ്റെ ടാബ്ലറ്റ് ആണ്. അപ്പോൾ ഒരു ചെറിയൊരു അൺബോക്സിങ്. അപ്പോൾ ഇതാണ് ലെനോവോൻ്റെ ഞാൻ പറഞ്ഞ ടാബ്ലറ്റ്, ലെനോവോ ടാബ് M10 HD എന്നാണ്. അപ്പോൾ HD ടാബ്ലറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യലിഫിക്കേഷനൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇത് ബാക്ക് ക്യാമറ വരുന്നത് 8 MB ആണ്. അതുപോലെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 MB 5 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. അതുപോലെ ഡുവൽ സ്പീക്കറാണ്, 2 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ പവർഫുൾ ഒക്ടോകോർ ചിപ്പാണ് ഇതിൻ്റെ അകത്ത് പ്രൊസസ്സർ വരുന്നത്. അതുപോലെ ഇത് ഏകദേശം ഇതിൻ്റെ MRP വരുന്നത് 20,000 രൂപയാണ് വരുന്നത് കേട്ടോ. ഇത് ലോഞ്ച് ആയപ്പോൾ ഉള്ള ഒരു പ്രൈസാണ് തോന്നുന്നത്. നമുക്കിത് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ടാബ്ലറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ടാബ്ലറ്റ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ബോക്സിൽ എന്തൊക്കെ ഉണ്ട് നോക്കി നോക്കാം. അതിൻ്റെ ചാർജർ അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് നോക്കി നോക്കാം. ഒരു ചാർജർ അഡാപ്റ്റർ വരുന്നുണ്ട്. വലിയ സ്പീഡൊന്നും ഉണ്ടാവില്ല, നോർമൽ സ്പീഡ്, ഫാസ്റ്റ് ചാർജർ അല്ല കേട്ടോ അത്, അഡാപ്റ്റർ. പിന്നെ വരുന്നത് ഒരു കേബിളാണ്. അത് കേബിള് കണ്ടാൽ അറിയാം, ഇതാണ് കേബിള് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ബോക്സിൽ ഉള്ളത് അടുത്ത് നോക്കി നോക്കാം. ഒരു സിമ്മൊക്കെ ഊരാൻ പറ്റിയ ഒരു പിന്ന് ഉണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ, എല്ലാ പുതിയ മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴുള്ള. അപ്പോൾ അത് സിമ്മ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ. അടുത്തത് ഒരു ബുക്കും കൂടി, ഇതാ ഒരു കടലാസ്, യൂസർ മാനുവൽ കാര്യങ്ങളും 2 ബുക്കാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് ടാബ്ലറ്റ് നോക്കി നോക്കാം. അപ്പോൾ ടാബ്ലറ്റ് ഇങ്ങനെയാണ് വരുന്നത് കവറിൻ്റെ അകത്ത്. സംഭവം ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടാബ്ലറ്റാണ് വരുന്നത്. ഓക്കെ, ഒന്ന് ഓപ്പൺ ആക്കി നോക്കി നോക്കാം. അതിന് മുമ്പായിട്ട് സിമ്മൊക്കെ ഊരാൻ പറ്റിയ സ്ഥലമാണിത്. ഓക്കെ, ഇതിൻ്റെ സിമ്മ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ അകത്തുള്ള അഡാപ്റ്റർ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സിമ്മ് ഇടുന്നത്. ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റും, അതുപോലെ ഒരു സിമ്മ് ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതാണ്. ഒരു സിമ്മ് ഇടാനേ പറ്റുള്ളൂ, ഒരു സിമ്മും അതുപോലെ ഒരു മെമ്മറി കാർഡും ഇടാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഒരു 256 GB വരെ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കി നോക്കി നോക്കാം. ഓപ്പൺ ആക്കിയത് ഇതുപോലെയാണ്. പവർ ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതിയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്പീക്കർ ഡുവൽ സ്പീക്കർ വരുന്നുണ്ട്. സീരിയസ് സ്പീക്കറാണ്, നല്ല രീതിക്കുള്ളൊരു സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ചാർജർ കിട്ടുന്നത്, അതുപോലെ ഞാൻ പറഞ്ഞ 2 സ്പീക്കർ, ഒന്നിവിടെ ഒന്നിങ്ങോട്ട് താഴത്താണ് ഇവിടെ ഉള്ളത്. ചാർജ് കുത്തുന്നിടത്താണ് ഒരു സ്പീക്കർ തന്നെ, ഒന്ന് മേലെയും. പിന്നെ ഇത് ഹെഡ്ഫോൺ കുത്തുന്ന അതാണ്. പിന്നെ ബാക്കിൽ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പോൾ ടാബ്ലറ്റിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നത്. സംഭവം നമുക്ക് ഇങ്ങനെയും പിടിക്കാം, അതുപോലെ വലിയ സ്ക്രീനിലായിട്ട് ഈ ഒരു രീതിക്കും പിടിക്കാം. ഈ രീതിക്ക് ആക്കാനായിട്ട് നിങ്ങളത് മുകളിൽ സെറ്റിങ്സിൽ ഇതുപോലെ ഓട്ടോമാറ്റിക് അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്, ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് എന്ന് നിങ്ങൾ അവിടെ ഓണാക്കി കൊടുത്താൽ ഇത് നമുക്ക് ഈ രൂപത്തിൽ വലിയ സ്ക്രീനിലായിട്ട് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഉപയോഗിക്കാൻ ബെസ്റ്റ് ടാബ്ലറ്റാണ് ഇത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ടാബ്ലറ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ,
ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സൗണ്ട് ക്വാളിറ്റി വരുന്നത്. പിന്നെ ഇനി ഇത് ഫുൾ സ്ക്രീൻ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് എങ്ങനെ നോക്കാം. ഓക്കെ, ഇതിൻ്റെ സെറ്റിങ്സ് നോക്കി നോക്കാം. സെറ്റിങ്സ് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സെറ്റിങ്സൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മൾ സാംസങ്ങിൻ്റെ അതുപോലെയല്ല, ഇതിൻ്റെ ലെനോവ മൊബൈൽ ഫോൺ എങ്ങനെയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് നോക്കി നോക്കാം. അബൌട്ട് സെക്ഷനിലുണ്ടാവും. അബൌട്ട് സെക്ഷനിൽ അപ്പോൾ ഇതിൻ്റെ ഇൻ്റൽ സ്റ്റോറേജ് വരുന്നത് 32 ഇൻ്റൽ സ്റ്റോറേജാണ് വരുന്നത്. അതുപോലെ റാം വരുന്നത് 32 GB റാം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ MediaTek ആണ് കേട്ടോ. MediaTek 8 ഒക്ടോ കോർ 2.3 GHz ആണ് വരുന്നത് ഇതിൻ്റെ സ്പീഡ്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 1218x അതുപോലെ 800 ആണ് വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്, ഡിസ്പ്ലേ കാണിക്കുന്നത്. അതുപോലെ ക്യാമറ വരുന്നത് ഫ്രണ്ട് 5 MB ക്യാമറ. അതുപോലെ റിയൽ ക്യാമറ, ബാക്ക് ക്യാമറ വരുന്നത് 8 MB ആണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത് നോക്കട്ടെ കേട്ടോ. അതുപോലെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് 10 വരുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ ഈ ടാബ്ലറ്റിന് ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 5100 ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.